ഗൈസ് ഇന്ന് നമുക്കൊരു ഫ്രീ എപ്പിക് ട്രൈ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫ്രീ എപ്പിക് ട്രൈ ഇന്ന് 8:00-ക്കാണെന്നാണ് ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. അല്ല 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 നമോ സോറി, അതെന്തോ ഇതിൽ ഉണ്ടായിരുന്നോ നോട്ടിഫിക്കേഷൻ കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇന്ന് രാത്രി 8:30-ക്കാണ് നമുക്ക് ആ പറയുന്ന ഫ്രീ ട്രൈ അല്ലെങ്കിൽ ആ എപ്പിക് ഫ്രീ ട്രൈ കിട്ടാൻ പോകുന്നത് 8:30-ക്ക്. ഇത് കാണുന്നില്ല, അതിൽ ഇട്ടിരുന്ന് കൃത്യമായിട്ട് കാണുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി 8:30-ക്ക് കൃത്യമായിട്ട് നമുക്ക് എന്താക്കും, നമുക്ക് ആ ഫ്രീ ട്രൈ കിട്ടുന്നതാണ്. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, അത്ര എങ്ങനെയാണ് ഫ്രീ ട്രൈ, അല്ലെങ്കിൽ 50 പ്ലേയേഴ്സിനെ വെച്ചിട്ട് അതിൽ 4 എപ്പിക് പ്ലേയേഴ്സ് ആണോ അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആണോ എന്നൊന്നും അറിയില്ല. എപ്പിക് ഫ്രീ ട്രൈ ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ, അതിലൊരു ട്രൈ ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. ചിലപ്പോൾ ഇന്ന് വേറെ ഏതെങ്കിലും ഒരു 50 പ്ലേയേഴ്സുള്ള പ്ലേയേഴ്സ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നൊരു ട്രൈ എടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതുകൂടാണ്ട് തന്നെ വേറെ കുറേ അധികം ട്രൈസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്, ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഇഞ്ചറീസ് ബിറ്റ്വീൻ കുറേ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞ സംഭവം, ജോഹാൻ ക്രൈഫിൻ്റെ ആ ഒരു നൊട്ടേഷൻ ചേഞ്ചും മറ്റേതും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പക്ഷേ എങ്കിൽ ആ ഒരു എപ്പിക്കിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ചിലപ്പോൾ അവിടെ ഉണ്ടാവുമായിരിക്കും, ഞാൻ കാണാനായിട്ടായിരിക്കും. പക്ഷെ ഇതുവരെ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല നോട്ടിഫിക്കേഷൻ ഉള്ളത്. ഐ ഡോണ്ട് നോ. ആൻഡ് ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇന്നെന്തായാലും രാത്രി 8:30-ക്കാണ്, അതായത് 15 UTC എന്നുള്ളത്. 15 UTC എന്നാണ് കണ്ടത്, പക്ഷെ ഇതിൽ കാണുന്നില്ല. 15 UTC എന്നാണുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ടൈം രാത്രി 8:30-ക്കായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഫ്രീ ട്രൈ കിട്ടാൻ പോകുന്നത്. ഫ്രീ ട്രൈ ജപ്പാനീസ്കാർക്കെല്ലാം 12:30-ക്ക്, ഇന്ന് രാത്രി 12:30-ക്കാണ് ജപ്പാൻകാർക്കെല്ലാം കിട്ടുക. മെയിൻലി ജപ്പാൻ കോൺസെൻട്രേറ്റഡ് ഗെയിമായതുകൊണ്ട്, മീൻസ് അവരുടെയാണല്ലോ ഈ ഗെയിം ഉണ്ടായത്, അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ടൈമിലാണ് കൊടുക്കുന്നത്. ആൻഡ് നമുക്ക് രാത്രി 8:30-ക്കാണ് വരുന്നത്. അങ്ങനെ നല്ലൊരു എപ്പിക്കിനെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു പാക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ടീം മലയാളി.